നമസ്കാരം. 2026 +2 റിസൾട്ട് ഈ മാസം മെയ് മാസം 22 വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 76-77% ആയിരുന്നു ടോട്ടൽ ജയിച്ചവരുടെ പെർസെന്റേജ്. ഈ വർഷം വരുമ്പോഴും അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ തോന്നി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ പെർസെന്റേജ് ടോട്ടലിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ലെങ്കിലും നമ്മുടെ സയൻസ് സബ്ജക്ട്സുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിനുള്ളിൽ ജയപരാജയങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ നന്നേ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിൽ ആയിരുന്നു. ഏകദേശം ഒരു 45,000 അടുത്ത് കുട്ടികൾ ഫെയിൽ ആയിരുന്നു. മാത്സ് ആണെങ്കിൽ ഒരു 44,000 ആയിരുന്നു. ഫിസിക്സ് 40,000 ആയിരുന്നു. 39,000 സംതിങ് ആയിരുന്നു. പക്ഷെ ഈ വർഷം അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. കെമിസ്ട്രി 50,000 ഒരു 40,000 അതിലോട്ടൊക്കെ താഴും എന്ന് പറഞ്ഞാൽ അത്രയും കുട്ടികളോട് കൂടുതൽ ജയിക്കാൻ സാധ്യതയാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തിന് അത്രയും കെമിസ്ട്രിയുടെ എണ്ണം കൂടത്തില്ല, മീൻസ് തോൽക്കുന്നതിന്റെ എണ്ണം. പക്ഷെ മാത്സ് അങ്ങനെയല്ല. മാത്സിന്റെ കാര്യത്തിൽ എന്തായാലും അതിനുള്ള കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ നമ്മുടെ ആൻസർ കീ ഒക്കെ വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തിരിയുടെ കുട്ടികളൊക്കെ ഫെയിൽ ആവാനുള്ള സാധ്യത മാത്സിനുണ്ട്. 44,000 എന്നുള്ളത് ചിലപ്പോൾ ഒരു 45,000-46,000 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഫിസിക്സ് ആണെങ്കിൽ പക്ഷെ അങ്ങനെയുള്ള ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു 40,000 തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതിനൊന്നും വലിയ കുഴപ്പങ്ങളും ഉണ്ടായില്ല. ഇനി നമ്മുടെ റിസൾട്ട് 22 എന്തായാലും വരും. നമ്മളുടെ ഈ ചാനൽ കാണുന്നവർക്ക് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളിലോട്ട് എത്തിച്ചിരിക്കും. എപ്പോഴാണ് റിസൾട്ട് വരുന്നത്, ഇത് എങ്ങനെയാണ് നോക്കുന്നത്, ഇത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എല്ലാം ഈ ചാനലിൽ കൂടെ കിട്ടും. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.